ഇറാന്റെ ആകാശം ഇനി മുതൽ റഷ്യയുടെ കാവലിൽ നിലനിൽക്കും. അമേരിക്കയുടെ ഉപരോധങ്ങളുടെ ഫയലുകളിൽ ഇറാൻ ഒരു തളർന്ന രാജ്യമായിരിക്കാം. എന്നാൽ ഇറാനിലെ പ്രതിരോധ കേന്ദ്രങ്ങളിൽ കഥ മറ്റൊന്നാണ്. ലോകം ഏകധ്രുവ ശക്തിയായി അമേരിക്കയെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലം അവസാനിക്കുകയാണെന്ന് ഇറാൻ അടിവരയിട്ട് പറയുന്നു. കേവലം ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തെ തളച്ചിടാമെന്ന പാശ്ചാത്യ വ്യാമോഹങ്ങൾക്കേറ്റ പ്രഹരമാണ് ഇറാന്റെ പുതിയ നീക്കങ്ങൾ. ഇത് റഷ്യയിലേക്കുള്ള ഒരു സാധാരണ നയതന്ത്ര യാത്രയല്ല, മറിച്ച് അമേരിക്കൻ അധീശത്വത്തിന്റെ ചരടുവലികൾക്ക് പുറത്ത് ഇറാൻ പടുത്തുയർത്തുന്ന ഒരു സമാന്തര ശക്തി കേന്ദ്രത്തിന്റെ പ്രഖ്യാപനമാണ്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രഹസ്യാത്മകതയിൽ ഒപ്പുവെച്ച ഈ പ്രതിരോധ കരാർ ഇറാന്റെ സൈനിക തന്ത്രത്തെ അടിസ്ഥാന തലത്തിൽ മാറ്റാൻ പോകുന്ന ഒന്നായി വിലയിരുത്തപ്പെടുന്നുണ്ട്. വർഷങ്ങളായി ഉപരോധങ്ങളിലൂടെ സാങ്കേതിക വളർച്ച തടയാൻ ശ്രമിച്ച സാഹചര്യത്തിലും സ്വന്തം സുരക്ഷാ ശൃംഖല സ്വയം പുനർനിർമ്മിക്കാനുള്ള കഴിവ് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു പുതിയ ശക്തി അച്ചുതണ്ടായി റഷ്യ ഇറാൻ സഹകരണം മാറുകയാണ് ാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഏകദേശം 500 മില്യൺ യൂറോ മൂല്യമുള്ള ഈ കരാർ പ്രകാരം റഷ്യ ഇറാനിലേക്ക് ആയിരക്കണക്കിന് തോളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന അത്യാധുനിക വിമാന വിരുദ്ധ സംവിധാനങ്ങൾ നൽകും. വെർബ മാൻ പോർട്ടലിൽ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും അതിനൊപ്പം ഉപയോഗിക്കുന്ന 9M336 മിസൈലുകളും ആധുനിക യുദ്ധരംഗത്ത് വലിയ ഗെയിം ചേഞ്ചറായി കണക്കാക്കപ്പെടുന്നവയാണ്. താഴ്ന്ന ഉയരത്തിൽ ആക്രമണം നടത്തുന്ന യുദ്ധവിമാനങ്ങൾ, സ്റ്റീൽ ഡ്രോണുകൾ, ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവയെ തടയാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. ഇതിന്റെ പ്രധാന സവിശേഷത വലിയ റഡാർ സംവിധാനങ്ങൾ ആവശ്യമില്ലാതെ ചെറിയ യൂണിറ്റുകൾക്ക് പോലും വ്യോമ പ്രതിരോധം ഉറപ്പാക്കാൻ കഴിയുമെന്നതാണ്. അതായത് പരമ്പരാഗത വ്യോമാക്രമണ തന്ത്രങ്ങൾ ഇറാനെതിരെ ഇനി അത്ര എളുപ്പമാവില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഈ ഡെലിവറികൾ 3 ഘട്ടങ്ങളിലായി 2027 മുതൽ 2029 വരെ നടപ്പാക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിലൂടെ ഇറാൻ അടിയന്തര പ്രതികരണത്തിന് പകരം ദീർഘകാല പ്രതിരോധ ഘടന സൃഷ്ടിക്കുകയാണ് എന്നത് വ്യക്തമാണ്. ഒരു യുദ്ധം ഉടൻ ഉണ്ടാകുമെന്ന ഭീതിയിലെടുത്ത തീരുമാനമല്ല ഇത്, മറിച്ച് ഭാവിയിൽ ആക്രമണ സാധ്യത തന്നെ കുറയ്ക്കാനുള്ള ഡിറ്റർജൻസ് സ്ട്രാറ്റജിയാണ്. അമേരിക്ക ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാമെന്ന മുന്നറിയിപ്പുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ കരാർ കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നത്. ആണവ കരാറിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ പരിമിതമായ സൈനിക ആക്രമണം ഉണ്ടായേക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് ഭീഷണിയല്ല, മറിച്ച് സ്വയം രക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള മുന്നറിയിപ്പായിരുന്നു. ഒരു സ്വതന്ത്ര രാജ്യമായി സ്വന്തം ആകാശ പരിധി സംരക്ഷിക്കാനുള്ള അവകാശം അന്താരാഷ്ട്ര നിയമം അംഗീകരിക്കുന്നതാണെന്നും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് ആക്രമണ നയമല്ലെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അവസാനമായി നോക്കുമ്പോൾ ഇറാൻ റഷ്യ പ്രതിരോധ കരാർ ഒരു സൈനിക ഇടപാട് മാത്രമല്ല, മാറുന്ന ലോകത്തിന്റെ പ്രഖ്യാപനമാണ്. ഉപരോധങ്ങളും ഭീഷണികളും ഉപയോഗിച്ച് ഒരു രാജ്യത്തെ വഴിമാറ്റാമെന്ന പഴയ രാഷ്ട്രീയ മാതൃക ഇനി പ്രവർത്തിക്കില്ലെന്ന സന്ദേശമാണ് ടെഹ്റാൻ ലോകത്തോട് നൽകുന്നത്. സ്വന്തം സുരക്ഷ സ്വയം നിർവചിക്കുന്ന ഒരു പുതിയ ഇറാൻ ഉയർന്നു വരികയാണെന്നും അടുത്ത വർഷങ്ങളിൽ മധ്യപൂർവേഷ്യയിലെ ശക്തി സമവാക്യം തന്നെ പുനർരചിക്കപ്പെടാനിടയുണ്ടെന്നും ഈ കരാർ സൂചിപ്പിക്കുന്നു. മുന്നറിയിപ്പും ആത്മവിശ്വാസവും ഒരേ സമയം ഉൾക്കൊള്ളുന്ന ഈ നീക്കം ഭാവിയിലെ ആഗോള രാഷ്ട്രീയത്തിൽ ദീർഘകാല സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.